നമസ്കാരം. ഞാനും പ്രഭുസാറും ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത്, എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാൾ, എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്നത്, നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നടികര തിലകം ശിവാജി ഗണേശൻ സാറിന്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടികര തിലകം എന്നുള്ള ടൈറ്റിലിൽ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, അത് ശരിയല്ല, ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു. ഒപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമുക്ക് എല്ലാവരും ആശീർവാദവും തരുന്നു എന്നുള്ളത് എല്ലാത്തിനേക്കാളും വലിയ സന്തോഷമായിട്ട് കാണുന്നു. അപ്പോൾ പുതിയ പേര് ഇന്നിവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, Tobino. Heartthrob of many of us. All right. അപ്പോൾ ഈ സിനിമയും പതിവ് പോലെ തന്നെ സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റ് ആവട്ടെ. ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ കൂടാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും. 2024 പൊളിക്കും. റൈറ്റ്. ഇഫ് ഐ കുഡ് വെൽക്കം ദി പേഴ്സൺ സിറ്റിംഗ് റൈറ്റ് നെക്സ്റ്റ് ടു ഹിം. ഒരു ആങ്കർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആങ്കേഴ്സ് പലരും ചില ടേംസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അധികം സ്പേസ് ഉള്ള ഒരാൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറേ. പക്ഷേ ഇത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പഠിച്ചു വെച്ചത് പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇദ്ദേഹത്തിൻ്റെതായിട്ടൊരു സ്പേസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇഫ് ഐ കുഡ് വെൽക്കം ശ്രീ സാബൻ ഷാഹിർ onto the stage to speak to all of us. സാർ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. കാരണം എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലോട്ട് ചോദിച്ച ജിയും ലാൽ സാർ, എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രഭു സാറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൻ്റെ. പണ്ട് കുറേ കരയിപ്പിച്ചിട്ടുണ്ട് സാർ. വീട്ടിലേക്ക് പോകാം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. ഇത്രയും സംസാരിക്കലോ അധികം സംസാരിക്കലോ എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചോദിക്കില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. സോ നമ്മുടെ ഒരു അജണ്ട പ്രകാരം സാർ നമുക്കറിയാലോ, അടുത്തത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് അവരായിരുന്നു സംസാരിക്കേണ്ടത്. ബട്ട് റൈറ്റ് നൗ വി ഹാവ് എ ക്വിക്ക് പ്ലാൻ ചേഞ്ച് ആസ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു കം ഫോർവേഡ് ടു സ്പീക്ക്. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഉറക്കെ മെൻഷൻ ചെയ്യാം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഒരുപാട് സിനിമകളുടെ ഒന്നും പേര് ഇവരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമില്ല, ഒരൊറ്റ സിനിമ മതി. പുഷ്പ എന്ന മൂവി നമ്മൾക്ക് മുന്നിൽ എത്തിച്ചത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ആൻഡ് പുഷ്പ 2 ദ റൂൾ ഇസ് ഗെറ്റിംഗ് റെഡി ടു റിലീസ്. സോ ഗോഡ് സ്പീഡ്, ഓൾ ദി ബെസ്റ്റ്. അത് പറയുമ്പോൾ ഗോഡ് സ്പീഡ് എന്നുള്ള പേരും കൂടെ ഞാൻ പറഞ്ഞേ പറ്റൂ. നമ്മുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവരും. ആലൻ ആന്റണി ആൻഡ് അനൂപ് വേണുഗോപാൽ, അവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഓഡിയൻസ് ഞാൻ വിഷയമാണ്. ഒരു സിനിമയിൽ നിർത്തേണ്ട, തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. മികച്ച സിനിമകൾ നിങ്ങളുടെ ഗോഡ് സ്പീഡിൽ നിന്നും ഉണ്ടാവട്ടെ. ഗോഡ് സ്പീഡ്. റൈറ്റ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.